ഹായ്, സ്വാഗതം. ഫിസിക്സ് PYQs ആണ് ഇന്നത്തെ ക്ലാസ്സിൽ. പ്രവേഗത്തിൻ്റെ മാറ്റം കാരണം ശരീരത്തിൻ്റെ ഗതികോർജ്ജം 125% വർദ്ധിക്കുന്നു. ശരീരത്തിൻ്റെ ആക്കം ഡാഷായി മാറുന്നു. പ്രവേഗത്തിൻ്റെ മാറ്റം കാരണം ശരീരത്തിൻ്റെ ഗതികോർജ്ജം 125% വർദ്ധിക്കുന്നു. ഇതിൽ നമുക്ക് കൈനറ്റിക് എനർജി, ഫൈനലായിട്ടുള്ള കൈനറ്റിക് എനർജി കണ്ടുപിടിക്കണം. കൈനറ്റിക് എനർജി ഫൈനൽ ഈക്വൽ ടു ഇനീഷ്യൽ കൈനറ്റിക് എനർജി പ്ലസ് എത്രയാണ് വർധനവ്? 125% ആണ് വർധനവ്. കൈനറ്റിക് എനർജി ഇനീഷ്യൽ. ഇതിന് നമുക്ക് കൈനറ്റിക് എനർജി ഫൈനൽ ഈക്വൽ ടു 9/4. സോൾവ് ചെയ്യുമ്പോൾ 9/4 എന്ന് വരും. 9/4 കൈനറ്റിക് എനർജി ഇനീഷ്യൽ. ഇനി കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലൊരു ബന്ധമുണ്ട്. കൈനറ്റിക് എനർജി ആക്കവും തമ്മിലുള്ള ബന്ധമാണ്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P² ഡിവൈഡഡ് ബൈ 2m. P എന്ന് പറയുന്നത് മൊമെൻറ്റം ആണ്. ഇനിയിപ്പോൾ ഈ കൈനറ്റിക് എനർജി ഫൈനൽ ഈക്വൽ ടു 9/4 കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്നുള്ള ഇക്വേഷന് ഈ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ എഴുതാം. കൈനറ്റിക് എനർജീനെ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ എഴുതുമ്പോൾ P ഫൈനൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2m ഈക്വൽ ടു 9/4 കൈനറ്റിക് എനർജി ഇനീഷ്യലിനെ നമുക്ക് P ഇനീഷ്യൽ ബൈ 2m എന്ന് എഴുതാം. P² ബൈ 2m. ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ എങ്ങനെ വരും? PF ബൈ PI. ആ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ PF ബൈ PI, P ഫൈനൽ ബൈ P ഇനീഷ്യൽ ഈക്വൽ ടു 9/4 എന്ന് വരും. P² ബൈ, അപ്പോൾ PF ബൈ PI ഈസ് ഈക്വൽ ടു 3/2. PFനെ നമുക്ക് PIൻ്റെ ടേംസിൽ എഴുതാം. 3/2 ഇൻറ്റു PI. നമുക്ക് പിടിക്കേണ്ടത് ആക്കത്തിലുണ്ടാവുന്ന വർധനവാണ്. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ മൊമെൻറ്റം ആണ് കാണേണ്ടത്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? P ഫൈനൽ മൈനസ് P ഇനീഷ്യൽ ഡിവൈഡഡ് ബൈ P ഇനീഷ്യൽ ഇൻറ്റു 100. ഈ ഇക്വേഷനിൽ ഈ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. PFനെ PIൻ്റെ ടേംസിൽ എഴുതുക. അപ്പോൾ അങ്ങനെ എഴുതി വരുമ്പോൾ 3/2 മൈനസ് 1 ഇൻറ്റു 100 എന്ന് വരും. ഇതിനെ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് 50% എന്ന ആൻസർ കിട്ടും. ആൻസർ ഈസ് 50%. ആദ്യം നമ്മൾ കൈനറ്റിക് എനർജി ഫൈനൽ ആയിട്ടുള്ള കൈനറ്റിക് എനർജി കണ്ടു. അതായത് കൈനറ്റിക് എനർജി ഫൈനൽ ഈക്വൽ ടു കൈനറ്റിക് എനർജി ഇനീഷ്യൽ പ്ലസ് ആ വർധനവ് 125/100% ആണ് കൈനറ്റിക് എനർജിയിൽ ഉണ്ടാകുന്ന വർധനവ്. 125/100 ഇൻറ്റു കൈനറ്റിക് എനർജി ഇനീഷ്യൽ. ഈ ഒരു ഇക്വേഷനിൽ നിന്ന് കൈനറ്റിക് എനർജി ഫൈനൽ കണ്ടുപിടിക്കാൻ പറ്റും. സോൾവ് ചെയ്ത് വരുമ്പോൾ 9/4 കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് വരും. കൈനറ്റിക് എനർജി ഫൈനൽ. ഇപ്പോൾ ഇനി കൈനറ്റിക് എനർജി നമുക്ക് മൊമെൻറ്റം ആണ്. മൊമെൻറ്റത്തിൽ എന്ത് മാറ്റം ഉണ്ടാവുന്നു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ മൊമെൻറ്റത്തിൻ്റെ ടേംസിൽ കൊണ്ടുവരിക. കൈനറ്റിക് എനർജിയും മൊമെൻറ്റവും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഇക്വേഷനാണിത്. കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു P² ഡിവൈഡഡ് ബൈ 2m. ഇനിയിപ്പോൾ ഈ ഇക്വേഷനിൽ കൈനറ്റിക് എനർജി ഫൈനൽ ഈക്വൽ ടു 9/4 കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന ഇക്വേഷനിൽ ഇത് മൊമെൻറ്റത്തിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതുമ്പോൾ P ഫൈനൽ സ്ക്വയർ ബൈ 2m ഈക്വൽ ടു 9/4 P ഇനീഷ്യൽ സ്ക്വയർ ബൈ 2m എന്ന് വരും. ഈ ഇക്വേഷൻ സോൾവ് ചെയ്ത് വരുമ്പോൾ P ഫൈനൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ P ഇനീഷ്യൽ സ്ക്വയർ ഈക്വൽ ടു 9/4 എന്ന് വരും. അപ്പോൾ PF ബൈ PI ഈക്വൽ ടു 3/2. അപ്പോൾ ഇനി PF ഈക്വൽ ടു 3/2 PI എന്നത് ഈ ഇക്വേഷൻ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ മൊമെൻറ്റം ആണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി PF മൈനസ് PI ഡിവൈഡഡ് ബൈ PI ഇൻറ്റു 100. ഈ ഒരു ഇക്വേഷൻ വെച്ച് നമുക്ക് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ മൊമെൻറ്റം കണ്ടുപിടിക്കാം. PF മൈനസ് PI ഡിവൈഡഡ് ബൈ PI ഇൻറ്റു 100 വെച്ചിട്ട്. ഇതിൽ PFന് പകരം 3/2 PI കൊടുക്കുക. അപ്പോൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആൻസർ 50% ആയിട്ട് കിട്ടും. ചന്ദ്രയാൻ 1 ദൗത്യത്തിൽ ചന്ദ്രനിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഏത് ശാസ്ത്രീയ പേലോഡാണ് ഉപയോഗിച്ചത്? മൂൺ ഇമ്പാക്ട് പ്രോബ് MIP.
ഒരു നിശ്ചിത ഊഷ്മാവിൽ റൂട്ട് മീൻ സ്ക്വയർ വേഗതയുടെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള വാതകം ഹൈഡ്രജൻ ആണ്. ഒരു നിശ്ചിത ഊഷ്മാവിൽ റൂട്ട് മീൻ സ്ക്വയർ വേഗതയുടെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള വാതകമാണ് ഹൈഡ്രജൻ. ചലിക്കുന്ന വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ചലനം മന്ദഗതിയിലാകുന്നു. അപ്പോൾ ചെയ്ത ജോലിയാണ് നെഗറ്റീവ് പ്രവൃത്തി. ചലിക്കുന്ന വസ്തുവിൽ ബലം പ്രയോഗിക്കുമ്പോൾ അതിൻ്റെ ചലനം മന്ദഗതിയിലാകുന്നു. അപ്പോൾ ചെയ്ത ജോലിയാണ് നെഗറ്റീവ് പ്രവൃത്തി. ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് പ്രവൃത്തിയാണെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ബലം പ്രയോഗിച്ച അതേ ദിശയിൽ തന്നെ അതിന് സ്ഥാനാന്തരം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ നമുക്ക് പോസിറ്റീവ് പ്രവൃത്തി എന്ന് വിളിക്കാം. ഭൂമിയുടെ പിണ്ഡവും ആരവും 1% കുറഞ്ഞാൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം വർദ്ധിക്കും. ഭൂമിയുടെ പിണ്ഡവും ആരവും 1% കുറഞ്ഞാൽ ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം വർദ്ധിക്കും. ഇത് കണ്ടുപിടിക്കുന്നത് ഈ ഒരു ഇക്വേഷൻ വെച്ചാണ്. G=, അതായത് ഈ സ്മോൾ g എന്ന് പറയുന്നത് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണമാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G=m/r². ഇതിൽ ഈ ക്യാപിറ്റൽ G എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. M എന്ന് പറയുന്നത് ഭൂമിയുടെ മാസ് ആണ്. ക്യാപിറ്റൽ R എന്ന് പറയുന്നത് ഭൂമിയുടെ റേഡിയസ് ആണ്. ഈ ഒരു ഇക്വേഷനിൽ 1% കുറവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കാര്യം കണ്ടുപിടിക്കാൻ സാധിക്കും. ഇത് ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ ആണ്. LDC ലെവലിലുള്ള എക്സാംസിനൊന്നും ഈ ഒരു സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. 2 സമാന്തര തലം കണ്ണാടികൾക്കിടയിൽ നിരീക്ഷിക്കാവുന്ന ചിത്രങ്ങളുടെ എണ്ണം അനന്തമാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിന്റെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ്? A. രാജരാജൻ. 1 ന്യൂട്ടൺ ഡാഷ് ഡൈനുകൾക്ക് തുല്യമാണ്. 1 ന്യൂട്ടൺ = 10⁵ ഡൈൻ. ന്യൂട്ടൺ എന്ന് പറയുന്നത് ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. ഫോഴ്സിന്റെ യൂണിറ്റ് ആണ് ന്യൂട്ടൺ. 1 ന്യൂട്ടൺ = 10⁵ ഡൈൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് m പിണ്ഡം നീക്കം ചെയ്യാൻ ആവശ്യമായ എനർജിയാണ് mgr. ഒരു ചെറിയ തുള്ളി ദ്രാവകം ഗോളാകൃതിയിലാണ്. അതിന്റെ കാരണം എന്താണ്? അതിന്റെ കാരണം പ്രതലബലമാണ്, സർഫസ് ടെൻഷൻ. ഒരു കോൺവെക്സ് ലെൻസിന്റെ ഒപ്റ്റിക്കൽ സെന്ററിൽ നിന്ന് ഒബ്ജക്റ്റ് U1 U2 അകലത്തിലായി ഇരിക്കുമ്പോൾ അതേ മാഗ്നിഫിക്കേഷന്റെ യഥാർത്ഥവും വെർച്വൽ ഇമേജും ലഭിക്കും. ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണ്? ഫോക്കൽ ലെങ്ത് U1 + U2/2 ആണ്. ആപേക്ഷിക ശക്തിയുടെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ 4 അടിസ്ഥാന ശക്തികൾ ക്രമീകരിക്കുക. ആരോഹണ ക്രമത്തിൽ ക്രമീകരിക്കാനാണ് പറഞ്ഞത്. ഇതിൽ C ആണ് ആൻസർ വരുന്നത്. ഗ്രാവിറ്റേഷണൽ, ന്യൂക്ലിയർ വീക്ക്, ഇലക്ട്രോമാഗ്നറ്റിക്, ന്യൂക്ലിയർ സ്ട്രോങ്. മനുഷ്യ ശരീരങ്ങൾ ഉൾപ്പെടെയുള്ള ചൂടുള്ള വസ്തുക്കൾ ഡാഷ് കിരണങ്ങളുടെ രൂപത്തിൽ കുറച്ച് ചൂട് പുറപ്പെടുവിക്കുന്നു. ഇത് നൈറ്റ് വിഷൻ കണ്ണടകളിൽ ഉപയോഗിക്കുന്നു. നൈറ്റ് വിഷൻ കണ്ണടകളിൽ ഉപയോഗിക്കുന്ന വേവ്സ് ആണ് ഇൻഫ്രാറെഡ് വേവ്സ്. ഗുരുത്വാകർഷണം മൂലം ത്വരിതഗതിയിൽ കിലോമീറ്ററുകൾ സഞ്ചരിക്കുമെങ്കിലും മഴത്തുള്ളികൾ മനുഷ്യനെ ഉപദ്രവിക്കുന്നില്ല. കാരണം എന്താണ്? മഴത്തുള്ളികൾക്ക് ടെർമിനൽ വെലോസിറ്റി ഉണ്ട്. ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത് ഒരു വസ്തു ഏതെങ്കിലും ഒരു ദ്രാവകത്തിലൂടെയോ വാതകത്തിലൂടെയോ വീഴുന്ന സമയത്ത് ആ വസ്തു കൈവരിക്കുന്ന പരമാവധി വേഗത. ഒരു വസ്തു ഒരു ദ്രാവകത്തിലൂടെയോ വാതകത്തിലൂടെയോ വീഴുമ്പോൾ അത് കൈവരിക്കുന്ന പരമാവധി വേഗതയാണ് നമ്മൾ ടെർമിനൽ വെലോസിറ്റി എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏതാണ് തരംഗദൈർഘ്യം വർദ്ധിക്കുന്ന ക്രമത്തിൽ ഉള്ളത്? തരംഗദൈർഘ്യം വർദ്ധിക്കുന്ന ക്രമത്തിലുള്ളതാണ് കണ്ടെത്തേണ്ടത്. ആൻസർ D ആണ്. എക്സ്റേ, അൾട്രാവയലറ്റ് റേ, ഇൻഫ്രാറെഡ് റേ. എക്സ്റേ, അൾട്രാവയലറ്റ് റേ, ഇൻഫ്രാറെഡ് റേ. 2021 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഭാഗികമായി സിക്യൂറോ മനോബയ്ക്കും ക്ലോസ് ഹാസൽമാനും അവരുടെ പഠനത്തിന് ലഭിച്ചു. അവരുടെ പഠനം എന്തിനെക്കുറിച്ച് ഉള്ളതായിരുന്നു? ആഗോളതാപന പ്രവചനങ്ങൾ. ആഗോളതാപനത്തെക്കുറിച്ചായിരുന്നു അവരുടെ സ്റ്റഡീസ്. താങ്ക് യു.